CPM ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയ പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർ സ്ഥലം മാറ്റത്തിന് അപേക്ഷ നൽകി. ജില്ലാ കളക്ടർക്ക് നൽകിയ അവധി അപേക്ഷയിലാണ് സ്ഥലം മാറ്റവും ആവശ്യപ്പെട്ടിരിക്കുന്നത്. നികുതി കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെട്ടതിനായിരുന്നു CPM ഏരിയ സെക്രട്ടറി സഞ്ജു വില്ലേജ് ഓഫീസറെ ഫോണിൽ ഭീഷണിപ്പെടുത്തിയത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഈ CPM നേതാവിൻ്റെ ഭീഷണിക്ക് വിധേയനായ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ സ്ഥലം മാറ്റവും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു അധികാരികൾക്ക് നൽകിയ കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്? ആരങ്ങാനത്ത് ഇനി ജോലി ചെയ്യാൻ ഭയമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ജില്ലാ കളക്ടർക്ക് അവധി അപേക്ഷ നൽകിയതിൽ തനിക്ക് സ്ഥലമാറ്റവും വേണമെന്ന് നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോർജ് ജോസഫ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് വില്ലേജ് ഓഫീസർക്ക് CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MP സഞ്ജുവിന്റെ ഭീഷണി ഉണ്ടായത്. കെട്ടിട നികുതി അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വില്ലേജ് ഓഫീസർ സഞ്ജുവിനെ വിളിക്കുന്നത്. 2023 മുതലുള്ള കുടിശ്ശികയാണ് ഈ കെട്ടിട നികുതി. ഒറ്റത്തവണ കെട്ടിട നികുതിയാണ്. 9,000 രൂപയിലധികം വരുന്ന കെട്ടിട നികുതിയാണ്. ഇത് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ വില്ലേജിൽ നിന്നും സഞ്ജുവിനെ വിളിച്ചിട്ടുള്ളതാണ്. ഈ കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വില്ലേജ് ഓഫീസർ ജോർജ് ജോസഫ് സഞ്ജുവിനെ ഫോണിൽ വിളിക്കുന്നു. പ്രകോപിതനായ സഞ്ജു ഓഫീസിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അസഭ്യ പ്രയോഗത്തോടെയാണ് സഞ്ജു ഇങ്ങനെ മറുപടി നൽകിയത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി തനിക്ക് മറ്റു വിഭാഗങ്ങളിൽ ഈ കുടിശ്ശിക അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകേണ്ടി വരും. അതുകൊണ്ട് എത്രയും വേഗം തന്നെ സഞ്ജു ഈ കെട്ടിട നികുതി വില്ലേജിൽ അടയ്ക്കണം എന്ന് മാത്രമാണ് വില്ലേജ് ഓഫീസർ ആ ഫോൺ സന്ദേശത്തിൽ പറയുന്നത്. അപ്പോഴാണ് പ്രകോപിതനായ സഞ്ജു അസഭ്യ പ്രയോഗത്തോടു കൂടി അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസിൽ കയറി വെട്ടും, മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് വില്ലേജ് ഓഫീസർ ജോർജ് ജോസഫിനെ ഭീഷണിപ്പെടുത്തിയത്. ഇതിന്റെ പിന്നാലെയാണ് വില്ലേജ് ഓഫീസർ അവധിക്ക് കളക്ടർക്ക് അപേക്ഷ നൽകിയത്. ഈ അപേക്ഷയിലാണ് തനിക്ക് സ്ഥലമാറ്റവും വേണം എന്ന് വില്ലേജ് ഓഫീസർ. ഇവിടെ ഈ CPM ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി ഒടുവിൽ അവധി ആവശ്യത്തിന്റെ കൂടെ സ്ഥലം മാറ്റവും അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. അതായത് ഭയം തന്നെയാണ് CPMന്റെ അധികാര രാഷ്ട്രീയത്തിന് മുന്നിൽ സാധാരണക്കാരായ ഉദ്യോഗസ്ഥർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാവുന്നു നമുക്ക് മുന്നിലല്ലേ? തീർച്ചയായും പലതരത്തിലുള്ള ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന സംഭവ വികാസങ്ങൾ സംസ്ഥാനത്തുടനീളം CPM ഭരണത്തണലിൽ ആവർത്തിക്കുന്നുണ്ട്. അതിന്റെ മറ്റൊരു ഉദാഹരണം മാത്രമായാണ് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഔദ്യോഗികമായിട്ട് കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ട് വില്ലേജ് ഓഫീസിൽ ഒറ്റത്തവണ നികുതി അടയ്ക്കേണ്ടത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ വില്ലേജ് ഓഫീസർ വിളിക്കുന്നത്. അത് മാത്രമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മറ്റ് വ്യക്തിപരമായിട്ട് ഉള്ള കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കുന്നില്ല. അപ്പോഴാണ് അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് പ്രകോപിതരായ ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ ഭീഷണിക്ക് പിന്നാലെയാണ് അവിടെ ജോലി ചെയ്യാൻ ഭയമാണ്, ഇനി നാരങ്ങാനം വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യാൻ ഭയമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവധിക്ക് അപേക്ഷ നൽകുകയും സ്ഥലമാറ്റത്തിന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഈ പരാതിയിൽ കളക്ടർക്ക് നൽകിയ പരാതി കളക്ടർ ആറന്മുള പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇനി മൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ ഒട്ടേറെ അജ്ഞാത ഭീഷണിയും ഈ ശബ്ദരേഖ പുറത്തു വന്നതിന് ശേഷം MP ഏരിയ സെക്രട്ടറിയും വില്ലേജ് ഓഫീസറും തമ്മിലുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് ശേഷം ഒട്ടേറെ അജ്ഞാത ഭീഷണി കോളുകളും ഈ വില്ലേജ് ഓഫീസറിന് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. മിഥുനൊപ്പം തന്നെ ഈ CPM ജില്ലാ നേതൃത്വം ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ടോ? ഈ ഒരു ഏരിയ സെക്രട്ടറി തള്ളിപ്പറയാനുള്ള ഒരു സമീപനം അവർ സ്വീകരിച്ചിട്ടുണ്ടോ? അല്ല അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന CPM നേതാവിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് നേതൃത്വത്തിന്റെ പ്രതികരണം വ്യക്തമാകുന്നത്? ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം CPM നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഈ ഭീഷണി നടത്തിയ ഏരിയ സെക്രട്ടറി MP സഞ്ജു മാത്രമാണ്. താൻ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം ഉന്നയിക്കുന്ന നാരങ്ങാനം വില്ലേജ് ഓഫീസർ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് CPM ഏരിയ സെക്രട്ടറി MP സഞ്ജു ഇക്കാര്യത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ അഴിമതിക്കാരനാണ് എന്ന മുദ്ര കുത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് ഈ ഏരിയ സെക്രട്ടറി സഞ്ജു ഇതിനുശേഷം പ്രതികരിച്ചപ്പോൾ ഉണ്ടായത്. തന്നെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് ഈ വില്ലേജ് ഓഫീസർ സംസാരിച്ചത്, അതുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം ഈ ഏരിയ സെക്രട്ടറി MP സഞ്ജു ഭീഷണി മുഴക്കിയ ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മറ്റ് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ CPM ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഇപ്പോൾ കളക്ടർക്ക്
വില്ലേജ് ഓഫീസർ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതി കളക്ടർ ആറന്മുള പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആറന്മുള പോലീസാണ് ഇനി ഇക്കാര്യത്തിൽ തുടർ നടപടികൾ എടുക്കേണ്ടത്. ഈ എം വി സഞ്ജുവിനെതിരെയുള്ള തുടർ നടപടികൾ പോലീസ് ഏത് തരത്തിൽ തുടർന്ന് നീക്കും എന്നുള്ളതാണ് ഇനി. മിഥുൻ, അത് തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഇടപെടൽ, പോലീസിന്റെ ഒരു ഇടപെടൽ. CPM നേതാവായതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ പോകുമെന്ന് കണ്ടറിയേണ്ടതുണ്ടല്ലോ. പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ വിഷയം, PPTVയുടെ വിഷയമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. വാദപ്രതിയാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണങ്ങളൊക്കെ എത്തിച്ചേരുക. അത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുകയാണല്ലേ? തീർച്ചയായും KP, അങ്ങനെ തന്നെയാണ്. പോലീസിന് കളക്ടർ പരാതി കൈമാറിയിട്ടുണ്ട്. ഇനി ഈ പരാതിയിൽ പോലീസ് ഏത് തരത്തിലുള്ള നടപടിയാണ് എടുക്കുക? ഈ CPM നേതാവിനെതിരെ, ഏരിയ സെക്രട്ടറിക്കെതിരെ തുടർ നടപടികൾ ഏത് രീതിയിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക? പോലീസിന്റെ സമ്മർദ്ദഫലമായിട്ട് ഇത് ഈ പരാതിയും അന്വേഷണവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് അവശേഷിക്കുകയും ചെയ്യുന്നത്. നിലവിൽ കളക്ടറാണ് പോലീസിന് പരാതി ആറന്മുള പോലീസിന് കൈമാറുന്നു. ഇനി മൊഴി രേഖപ്പെടുത്തലടക്കം തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് പോലീസാണ്. അതിനിടയിലാണ് ഈ പരാതിയോടൊപ്പം തന്നെ ഈ സ്ഥലം അവധി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ കാര്യത്തിൽ അദ്ദേഹം ഈ സ്ഥലമാറ്റവും ആവശ്യപ്പെടുന്നത്. ഇനി നാരങ്ങാനത്ത് അദ്ദേഹം എത്തിയിട്ട് അധികം ആ നാളായിട്ടില്ല. അതിനുള്ളിൽ തന്നെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നാരങ്ങാനത്ത് ജോലി ചെയ്യാൻ, ഈ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമായി താൻ ഏത് നാട്ടുകാരനാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്, പുതിയ ആളായതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ അറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് കൃത്യമായി ഭീഷണി സ്വരത്തിൽ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സഞ്ജു ഭീഷണിപ്പെടുത്തൽ നടത്തുന്നത്. അതുകൊണ്ട് നാരങ്ങാനത്ത് ഇനി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾക്ക് വിധേയനാകേണ്ടി വരും എന്നുള്ള ഭയം മൂലമാണ് അദ്ദേഹം സ്ഥലമാറ്റത്തിന് ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ വിവിധ NGO അടക്കമുള്ള സംഘടനകൾ ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, വില്ലേജ് ഓഫീസർമാർക്ക് ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കാൻ സാധിക്കാത്ത തരത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ സംഭവത്തെ തുടർന്ന് ഉയർന്നു വരികയും ചെയ്യുന്നത്. KP. മിഥുൻ, ഒപ്പം തന്നെ ഈ CPM ഏരിയ സെക്രട്ടറിയുടെ ഭീഷണിക്ക് വിധേയനായ ഈ വില്ലേജ് ഓഫീസറുടെ സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷ ഈ കലക്ടർക്ക് നൽകിയ അവധി അപേക്ഷയിലാണല്ലോ ഇപ്പോൾ ഈ സ്ഥലം മാറ്റവും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ കലക്ടർ പോലീസിൻ്റെ അന്വേഷണത്തിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും. കളക്ടർക്ക് നൽകിയിരിക്കുന്ന പരാതി കളക്ടർ ആറന്മുള പോലീസിന് കൈമാറിയിരിക്കുന്നു. പത്തനംതിട്ട CPM ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള മറ്റ് പ്രതികരണങ്ങളോ ഈ സഞ്ജുവിനെതിരെ നടപടികളോ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല, സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടുമുള്ളൂ. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. പ്രകോപിതനായിട്ടാണ് വില്ലേജ് ഓഫീസർ സംസാരിച്ചത്. പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. മാത്രമല്ല, അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് മുദ്ര കുത്തുന്നതിനുള്ള ശ്രമവുമാണ് ഈ സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഇങ്ങനെ സഞ്ജുവിന്റെ ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി മുഴക്കിയ ആളുടെ ഭാഗത്തുനിന്ന് മാത്രമാണ് നിലവിൽ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. മറ്റ് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ ആ കാര്യത്തിൽ എന്താണ് സ്വീകരിക്കുക എന്നുള്ളത് പോലീസാണ് തീരുമാനിക്കേണ്ടത്. കൃത്യമായി തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നതിനിടയിലാണ് ഈ വില്ലേജ് ഓഫീസർക്ക് ഭീഷണി നേരിടേണ്ടി വന്നത്. അത്തരത്തിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുന്ന അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുമോ എന്നുള്ളത് ആറന്മുള പോലീസ്. തന്നെയാണ് ഈ നികുതി കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. ഈ നികുതി കുടിശ്ശിക അടക്കാൻ ആവശ്യപ്പെട്ടതാണ് ഈ CPM ഏരിയ സെക്രട്ടറിയെ പ്രകോപിതനാക്കിയതും. സ്വാഭാവികമായും വലിയ വിമർശനങ്ങൾ പാർട്ടി തലത്തിൽ തന്നെ ഉയരേണ്ട ഒരു സാഹചര്യമാണ്. കാരണം വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല അദ്ദേഹം ഈ ഒരു ആവശ്യം ഉന്നയിച്ചത്. സർക്കാരിലേക്ക് ഈ നികുതി പണം അടയ്ക്കണം എന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ധാർമ്മികമായ ഒരു അധികാരത്തിൻ്റെ പുറത്താണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം വന്നത്. അവിടെ CPM നേതൃത്വം അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ ഈ CPM ഏരിയ സെക്രട്ടറിയുടെ ഭീഷണിക്ക് അവർ മൗനാനുവാദം നൽകുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനല്ലേ? KP, പല സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ഈ വില്ലേജ് ഓഫീസർമാർ അടക്കമുള്ള മറ്റ് ഉദ്യോഗസ്ഥ വിഭാഗങ്ങളെ ഭരണത്തിന്റെ സ്വാധീനത്തിൽ CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്ന സംഭവ വികാസങ്ങൾ തുടർച്ചയായി ഈ CPM ഭരണത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ മറ്റൊരു ഉദാഹരണം എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെയും കാണേണ്ടത്. CPM നേതൃത്വം ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. ഈ നേതാവിനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. ഏരിയ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാൻ ഇതുവരെയും 2 ദിവസമായിട്ടും തയ്യാറാകുന്നില്ല. അപ്പോൾ KP സൂചിപ്പിച്ചതുപോലെ തന്നെ CPMന്റെ ഭരണസ്വാധീനത്തിൽ, ഭരണത്തണലിൽ ഇത്തരത്തിൽ നേതാക്കന്മാർ, CPM പ്രാദേശിക നേതാക്കന്മാരടക്കം ഇങ്ങനെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന അടക്കമുള്ള സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. അത് ഉദ്യോഗസ്ഥർക്ക് അവരുടെ കൃത്യനിർവഹണം, ജോലി കൃത്യമായി ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുക, അവരെ ബുദ്ധിമുട്ടിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ധാരാളമായി ഉണ്ടാകുമ്പോൾ അതിൽ ഒന്നായി മാത്രമായി മാറുകയാണ് ഈ സംഭവം.
ജോലി ചെയ്യാൻ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല ഭീഷണിപ്പെടുത്തുകയും അവിടെ നിന്ന് സ്ഥലം മാറി അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ട സാഹചര്യം വരെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിരന്തരമായിട്ട് പല അജ്ഞാത കോളുകളും ഇദ്ദേഹത്തിന് പിന്നീട് ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് ശേഷം അതായത് മിഥുൻ, ഇപ്പോഴും ഇത്തരത്തിലുള്ള ഭീഷണി സ്വരങ്ങൾ, ഭീഷണി സന്ദേശങ്ങൾ ഈ വില്ലേജ് ഓഫീസർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായും അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്. വിവിധ കോളുകളിൽ നിന്നായിട്ട് അജ്ഞാത സന്ദേശങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് നാരങ്ങാനത്ത് പ്രവർത്തിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഭയം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ആവശ്യപ്പെടേണ്ട സാഹചര്യം വരുന്നു. സ്ഥലമാറ്റം ആവശ്യപ്പെടാനുള്ള കാരണവും ഇത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവധിയിൽ പോകാൻ നിർബന്ധിതരാകുന്നു. സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം വരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് CPM പ്രാദേശിക നേതാക്കന്മാരാണ്. അവരുടെ ഭീഷണി മൂലമാണ് എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യപരമായിട്ടുള്ള കാര്യം. നേരത്തെ പലതവണ ഇത്തരം വാർത്തകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ളതാണ്. അതിൽ ഒന്നായി മാറുകയാണ് ഈ സംഭവം.